തൃശ്ശൂരിലെ സ്ഫോടനം അത് ചൂട് മൂലം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് ഒരു വശത്ത് പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ സ്ഫോടക വസ്തുക്കൾ ചൂട് കൊണ്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ്സ് സേഫ്റ്റി ഓർഗനൈസേഷൻ പറയുന്നത്, പെസോ പറയുന്നത്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും അതിന് സമാന്തരമായി തന്നെ നടക്കുകയാണ്. എന്തായാലും തൃശ്ശൂരിലെ വെടിക്കെട്ട് അപകടം ഉണ്ടായ സ്ഥലത്ത് പെസോയുടെ ഉദ്യോഗസ്ഥർ വലിയ തോതിൽ അവിടെ പരിശോധന നടത്തിയിരുന്നു. സ്ഫോടക വസ്തുക്കളൊപ്പം തന്നെ കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടറുകളായിട്ട് വരുന്ന കംപ്രസ്ഡ് ഗ്യാസുകൾ എന്നിവയുടെ ഉൽപ്പാദനം, സംഭരണം, ഗതാഗതം, ഉപയോഗം എന്നിവ നിയന്ത്രിക്കുന്ന സർക്കാരിൻ്റെ ഏജൻസിയാണ് പെസോ എന്ന് പറയുന്നത്. വ്യവസായങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടി പെസോയുടെ സർട്ടിഫിക്കേഷൻ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തൃശ്ശൂരിൽ ഈ സ്ഫോടനം നടന്ന സമയത്ത് നമ്മൾ പെസോയുടെ പേര് വീണ്ടും നമ്മൾ കേൾക്കുകയാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇതിനു മുൻപുണ്ടായ സ്ഫോടനങ്ങൾ നടന്നപ്പോഴുമൊക്കെ പെസോ അതിൻ്റെ അന്വേഷണത്തിലായി മുൻപന്തിയിലുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഒരു അതിഥി ചേരുകയാണ്, ഡോക്ടർ ആർ വേണുഗോപാൽ. അദ്ദേഹം മുൻ ജോയിൻറ്റ് കൺട്രോൾ ഓഫ് എക്സ്പ്ലോസീവ്സ്, പെസോയുടെ മുൻ ജോയിൻറ്റ് കൺട്രോൾ കൂടിയാണ്. ശ്രീ വേണുഗോപാൽ, ചൂട് അവിടെയുള്ള ആളുകൾ ഇന്നലെ അവിടെ നിന്ന് രക്ഷപ്പെട്ട വിൽസൺ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു തൊഴിലാളി പറയുന്നുണ്ടായിരുന്നു, ഒരു പക്ഷേ ചൂടാകാം കാരണം ഈ തിരിയാണ് ആദ്യം കത്തുന്നതായി നമ്മൾ കണ്ടത്, അത് ഉണക്കാനിടുകയായിരുന്നു. ആ സമയത്ത് അതിൽ സ്പാർക്ക് ഉണ്ടാകുന്നത് പോലെ കണ്ടു, പിന്നീടൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് കനത്ത ചൂട് സംസ്ഥാനത്തുണ്ട്, വലിയ തോതിലുള്ള ചൂടുണ്ട്. ഇതിപ്പോൾ ഒരൊറ്റപ്പെട്ട തുരുത്തായി കിടക്കുന്ന ഒരു സ്ഥലമാണ്, നേരെ സൂര്യൻ വന്ന് പതിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ചൂട് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ പറയുന്ന സ്ഫോടക വസ്തുക്കൾക്ക് തീപിടിക്കാൻ അല്ലെങ്കിൽ അതിൽ സ്പാർക്ക് ഉണ്ടാകാൻ പറ്റുന്ന തരത്തിൽ ഈ ചൂട് കാരണമാകുമോ, ശ്രീ വേണുഗോപാൽ? തീർച്ചയായിട്ടും ഇല്ല. ഇവിടെ ചൂടൊന്നുമല്ല ഒരു ഫാക്ടർ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന രാസപദാർത്ഥം എന്താണ്? അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും കെമിക്കൽ കോമ്പോസിഷൻ ഉപയോഗിച്ചിട്ടുണ്ടോ? അവിടെ അതൊരു അൺഓതറൈസ്ഡ് പ്ലേസാണ്. ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാത്ത ഒരു പ്രിമിസസ്. അതിൽ സേഫ്റ്റി ഡിസ്റ്റൻസ് ഇല്ല, അതിൽ കെമിക്കൽ കോമ്പോസിഷൻ എത്ര ഉപയോഗിക്കണം എന്നുള്ളതിനൊരു ലിമിറ്റില്ല, അതുപോലെ മാൻ ലിമിറ്റില്ല. എത്ര പേര് ഒരു മിക്സിംഗ് ഷെഡിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ സേഫ്റ്റി ഡിസ്റ്റൻസ് എത്ര ആണ് ഒരു മിക്സിംഗ് ഷെഡിന്? അത് 18 മീറ്ററാണ്. നിങ്ങൾ കണ്ടു കാണും വീഡിയോയിലൊക്കെ തന്നെ. എല്ലാവരും ഒരു തുറന്ന സ്ഥലത്തിരുന്ന് ജോലി ചെയ്യുന്നു. ആ തുറന്ന സ്ഥലത്തിരുന്ന് മിക്സ് ചെയ്യുന്നു, ഫ്യൂസ് ഉണ്ടാക്കുന്നു, സ്റ്റെം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പാക്കിങ് ചെയ്യുന്നു. ഇതെല്ലാം ഒരിടത്താണ്. പക്ഷേ എന്താണ് എക്സ്പ്ലോസീവ് റൂൾ പറയുന്നത്? മിക്സിംഗ് ഷുഡ് ബി 18 മീറ്റർ എപ്പാർട്ട്, മിക്സിംഗ് ഷെഡ്സ്. അതുപോലെ മാനുഫാക്ചറിങ് ഷെഡ് 12 മീറ്റർ, ഡ്രൈയിങ് പ്ലാറ്റ്ഫോം 12 മീറ്റർ. ഇങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു തുറന്നായ സ്ഥലത്തുമാണോ വെടിക്കെട്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കുക? തികച്ചും ഇതെല്ലാം വളരെ ഭയാനകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ കണ്ടത്. വീഡിയോയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും, ഈ രാസപദാർത്ഥങ്ങൾ പൊട്ടിത്തെറിച്ച് അത് 1 കിലോമീറ്ററിനുള്ളിൽ വരെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നു. അവിടെ 1 കിലോമീറ്ററിനുള്ളിലുള്ള വീടുകളിലെ ജനലുകളും വാതിലുകളും ഒക്കെ പൊളിയുന്നു. അങ്ങനൊരു വളരെ വളരെ ഹൈ ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫയർ വർക്ക്സ് ആക്സിഡൻ്റാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ രാസപദാർത്ഥങ്ങൾ കറക്റ്റായിട്ടാണോ ഉപയോഗിച്ചിരിക്കുന്നത്? അത് ഈ പൊട്ടാഷ്യം ക്ലോറേറ്റ്, ബാൻഡായിട്ടുള്ള പൊട്ടാഷ്യം ക്ലോറേറ്റ് 92 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബാൻ ചെയ്തതാണ്. അത് ഉപയോഗിച്ചിട്ടുണ്ടോ? എന്തെല്ലാം സേഫ്റ്റി പ്രിക്കോഷൻസാണ് അതിൽ? ഈ വിദ്യാഭ്യാസവും വിവരവും ഉള്ള നല്ല നോളജബിളായിട്ടുള്ള ഫോർമാനോ മാനേജറോ ഉണ്ടായിരുന്നുവോ? ഇതിനെ പരിശോധിക്കുക. ക്വാളിറ്റി കൺട്രോളിലൂടെയാണോ ഓരോ കെമിക്കലിലും വന്നത്? ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതാണ്. ഒരു 20 വർഷം മുമ്പ് നടന്ന സെയിം ആക്സിഡൻറ്റിൻ്റെ ഡിറ്റോയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അവിടെ പറമേക്കാവിൻ്റെ പ്രിമിസസിലുണ്ടായത് ഇതേ സെയിം അപകടം. അതേപോലെ തന്നെ ഇപ്പോഴും തിരുവമ്പാടിയുടെ മാനുഫാക്ചറിങ് പ്രിമിസസിലും ഉണ്ടാകുന്നു. ശ്രീ വേണുഗോപാൽ, താങ്കൾ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ താങ്കൾ പറഞ്ഞു, ഒരു പക്ഷേ ഇങ്ങനെ തൊട്ടരികെ നിന്ന് ഈ പറയുന്ന കാര്യങ്ങൾ 18 മീറ്ററും 20 മീറ്ററും ഒക്കെ ഡിസ്റ്റൻസിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നിച്ചിരുന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടാവസ്ഥയെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ താങ്കളും കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും അതിൽ തന്നെ അവിടെ ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല, മാനദണ്ഡങ്ങൾ പാലിച്ചല്ല എന്ന് പറയേണ്ടി വരും എന്നാണോ? തീർച്ചയായിട്ടും, വൈ നോട്ട്? അതുതന്നെയാണ് കാരണം. ഇറ്റ് ഈസ് അൺഓതറൈസ്ഡ് ഫയർ വർക്ക്സ് മാനുഫാക്ചറിങ്. അതുതന്നെയാണ് അതിൻ്റെ ഉത്തരം. അതല്ലാതെ വേറെ ഒന്നും തന്നെയില്ല. അപ്പം
ഇതെന്താ സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ കോമ്പൗണ്ടിലേക്ക് ഗ്രിഡ്സ് വല്ലതും എൻ്റർ ചെയ്തതാണ് അവിടെ. കാരണം എല്ലാവരും നടക്കുക, ഓടുക, അവിടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ എന്താ കാലിൽ തട്ടിയിട്ട് മണ്ണിൽ ഗ്രിഡ്സ് ഉണ്ടാകുന്നു. ആ ഗ്രിഡ്സ് ഗൺ പൗഡറിലേക്ക് കയറുന്നു. അത് സ്റ്റെം ചെയ്തപ്പോഴോ വല്ലതും ഫ്രിക്ഷൻ മൂലം പൊട്ടിത്തെറി ഉണ്ടാവുകയും അത് തുടർന്ന് ഗൺ പൗഡറാണ് എത്ര പെട്ടെന്ന് തീ പിടിച്ചു കയറുമെന്നറിയോ. അത് ചുറ്റുവട്ടത്തേക്ക് കയറി പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഞങ്ങളുടെ അനുമാനം. അല്ലാതെ ഇതേ ടെമ്പറേച്ചർ, ഇതിലും വലിയ ടെമ്പറേച്ചറിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഫയർ വർക്ക്സ് മാനുഫാക്ചർ ചെയ്യുന്നില്ലേ?